നമസ്കാരം. ലേൺ വിത്ത് ആദിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഹതാശാ സേ ഏക് വ്യക്തി बैठ गया था എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. വിനോദ് കുമാർ ശുക്ലിന്റെ കവിതയെ കുറിച്ചുള്ള നരേഷ് സക്സേനയുടെ ഒരു കുറിപ്പാണ് ഹതാശാ സേ ഏക് വ്യക്തി बैठ गया था. हताशा से एक व्यक्ति बैठ गया था. നിരാശയാൽ ഒരു വ്യക്തി ഇരുന്നു പോയിരുന്നു. विनोद कुमार शुक्ल की कविता पर നരേഷ് സക്സേന की टिप्पणी. വിനോദ് കുമാർ ശുക്ലിന്റെ കവിതയെക്കുറിച്ചുള്ള നരേഷ് സക്സേനയുടെ കുറിപ്പ്. കുറിപ്പിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് കവിയെയും കവിതയെയും പരിചയപ്പെടാം. ഹതാശാ സേ ഏക് വ്യക്തി बैठ गया था എന്ന കവിത എഴുതിയത് വിനോദ് കുമാർ ശുക്ലാണ്. അദ്ദേഹത്തിന്റെ ജനനം 1 ജനുവരി 1937 1937 जनवरी 1 തീയതി മധ്യപ്രദേശിലായിരുന്നു. आप समकालीन हिंदी साहित्य क्षेत्र में कवि और कथाकार के रूप में विख्यात है. आप അദ്ദേഹം സമകാലീൻ ഹിന്ദി സാഹിത്യ ക്ഷേത്ര में സമകാലിക ഹിന്ദി സാഹിത്യത്തിൽ കവി और कथाकार के रूप में കവിയുടെയും കഥാകൃത്തിന്റെയും രൂപത്തിൽ വിഖ്യാത് है, പ്രശസ്തനാണ്. सब कुछ होना बचा रहेगा, वो आदमी चला गया, नया गरम कोट पहनकर विचार की तरह, लगभग जय हिंद आदि आपके काव्य संग्रह है. सब कुछ होना बचा रहेगा, वो आदमी चला गया, नया गरम कोट पहनकर विचार की तरह, लगभग जय हिंद മുതലായവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാവ്യ സമാഹാരങ്ങളാണ്. खिलेगा तो देखेंगे तथा दीवार में एक खिड़की रहती थी, दोनों आपके उपन्यास है. പിന്നീട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉപന്യാസ്, അതായത് നോവലുകളെ കുറിച്ചാണ്. ഖിലേഗാ തോ ദേഖെംഗെ, ദീവാർ മേ ഏക് ഖിഡ്കി രഹതി ഥി, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ നോവലുകളാണ്. മധ്യപ്രദേശ് ശിഖർ സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത് രാഷ്ട്രീയ സമ്മാൻ ആദി സേ ആപ് സമ്മാനിത് ഹുയേ ഹെ. മധ്യപ്രദേശ് ശിഖർ സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത് രാഷ്ട്രീയ സമ്മാൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് हताशा से एक व्यक्ति बैठ गया था എന്നുള്ള കവിത നോക്കാം. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ, मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. हताशा से निराशयाल, एक व्यक्ति ഒരു വ്യക്തി बैठ गया था ഇരുന്നു പോയിരുന്നു. व्यक्ति को വ്യക്തിയെ मैं नहीं जानता था എനിക്കറിയാമായിരുന്നില്ല. हताशा को जानता था നിരാശയെ അറിയാമായിരുന്നു. इसलिए അതുകൊണ്ട് मैं ഞാൻ उस व्यक्ति के ആ വ്യക്തിയുടെ പാസ് ഗയ അടുത്തേക്ക് പോയി. मैंने ഞാൻ ഹാത്ത് ബഡായ കൈ നീട്ടി. മേര എൻ്റെ ഹാത്ത് പക്കടുക്കർ കൈ പിടിച്ചുകൊണ്ട് വോ ഖടാ ഹുവ അയാൾ എഴുന്നേറ്റു. മുझे എന്നെ വോ നഹി ജാൻതാ ഥാ അയാൾക്കറിയാമായിരുന്നില്ല. മേരെ എൻ്റെ ഹാത്ത് ബഡാനേക്കോ കൈ നീട്ടലിനെ ജാൻതാ ഥാ അറിയാമായിരുന്നു. ഹം ദോനോ ഞങ്ങൾ രണ്ടുപേരും സാത്ത് ചലെ ഒരുമിച്ച് നടന്നു. ദോനോ രണ്ടുപേർക്കും ഏക് ദൂസരേക്കോ പരസ്പരം നഹി ജാൻതേ ഥേ അറിയാമായിരുന്നില്ല. സാത്ത് ചലനേക്കോ ജാൻതേ ഥേ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. കൂട്ടുകാർക്കെല്ലാം കവിതയുടെ ആശയം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനി നമുക്ക് ടിപ്പണിയിലേക്ക് കടക്കാം. ആദ്യം ടിപ്പണി എഴുതിയ എഴുത്തുകാരനെ പരിചയപ്പെടാം. ഈ ടിപ്പണി എഴുതിയത് പ്രശസ്ത എഴുത്തുകാരനായ നരേഷ് സക്സേനയാണ്. അദ്ദേഹത്തിന്റെ ജനനം 16 ജനുവരി 1931 1931 ജനുവരി 16 തീയതി മധ്യപ്രദേശിലെ ഗ്വാളിയാറിലായിരുന്നു. നരേഷ് സക്സേന സമകാലീൻ ഹിന്ദി സാഹിത്യ ക്ഷേത്ര के विलक्षण कवि है. നരേഷ് സക്സേന സമകാലിക ഹിന്ദി സാഹിത്യത്തിലെ ലക്ഷണമൊത്ത കവിയാണ്. സംപ്രതി कविताओं के अतिरिक्त नाटक
फिल्म संपादन के क्षेत्र में भी आप सक्रियता से महत्वपूर्ण कार्य करते रहते हैं. समृद्धि कविताओं के अतिरिक्त കവിതകൾ കൂടാതെ നാടക് നാടകം ഫിലിം സിനിമ സമ്പാദൻ കെ ക്ഷേത്ര में भी എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം സക്രിയത സെ സജീവമായി മഹത്വപൂർണ്ണ കാര്യ കർത്തേ രഹത്തെ ഹെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സമുദ്ര തട പർ ഹോ രഹി ഹെ ബാരിഷ് അദ്ദേഹത്തിൻ്റെ കവിതാ സംഗ്രഹ കവിതാ സമാഹാരമാണ്. ആദ്മി കാ ആ അദ്ദേഹത്തിൻ്റെ നാടകമാണ്. साहित्य के लिए आपको 2000 का पहल सम्मान मिला है तथा निर्देशन के लिए 1992 में राष्ट्रीय फिल्म पुरस्कार भी. साहित्य के लिए സാഹിത്യത്തിൽ आपको അദ്ദേഹത്തിന് 2000 का 2000-ലെ പെഹൽ സമ്മാൻ മിലാ ഹെ പെഹൽ സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. തഥാ നിർദ്ദേശൻ കെ ലിയെ സംവിധാനത്തിനുള്ള 1992 में 1992 രാഷ്ട്രീയ ഫിലിം പുരസ്കാർ ബി ദേശീയ സിനിമാ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി നരേഷ് സക്സേനയുടെ കുറിപ്പിലേക്ക് കടക്കാം. ഈ കുറിപ്പിൽ വിനോദ് കുമാർ ശുക്ലിൻ്റെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയെക്കുറിച്ച് അതിമനോഹരമായി അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നു. നമുക്ക് ആദ്യത്തെ പാരാഗ്രാഫ് നോക്കാം. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात हैं, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. विनोद कुमार शुक्ल തൻ്റെ മൗലികത के साथ ही മൗലികത എന്ന് പറഞ്ഞാൽ തനിമയാണ്. മൗലികത के साथ ही തനിമയുടെ കൂടെ തന്നെ ഭാഷയുടെ അൻഗഢത കേലിയെ അൻഗഢത എന്ന് പറഞ്ഞാൽ സ്വാഭാവികതയാണ്. അൻഗഢത കേലിയെ സ്വാഭാവികതയ്ക്കും വിഖ്യാത ഹെ പ്രശസ്തനാണ്. അതായത് വിനോദ് കുമാർ ശുക്ൽ തൻ്റെ കവിതകളിൽ തൻ്റേതായ ഒരു പ്രത്യേകത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ തന്നെ സ്വാഭാവികമായ ഭാഷ പ്രയോഗിക്കുന്നതിലും അദ്ദേഹം പ്രശസ്തനാണ്. കിന്തു എങ്കിലും ഇസ് കവിതാമി ഈ കവിതയിൽ മൗലിക് ഹോനെ കെ സാഥ് ഹി തനിമ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം കാവ്യശില്പക്കെ സിദ്ധ കവിക്ക് തര കാവ്യശില്പം എന്ന് പറഞ്ഞാൽ കവിത രൂപപ്പെടുത്തുന്നതിനുള്ള കഴിവുള്ള കവിക്ക് തര കവിയായും ദിക്കായി ദേത്തെ ഹെ കാണപ്പെടുന്നു. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. कविता के अर्थ കവിതയുടെ അർത്ഥം ഇതനെ ഇത്രത്തോളം സഹജ് സ്വാഭാവികവും और साफ है വ്യക്തവുമാണ്. എത്രത്തോളം कि उन्हें അതിന് വ്യാഖ്യാക്കി വ്യാഖ്യ എന്ന് പറഞ്ഞാൽ വിവരണം എന്നാണ് അർത്ഥം. വ്യാഖ്യാക്കി വിവരിക്കേണ്ട ദർക്കാർ നഹി ഹെ ദർക്കാർ ആവശ്യകത ദർക്കാർ നഹി ഹെ ആവശ്യകതയില്ല. അതായത് വിനോദ് കുമാർ ശുക്ലിൻ്റെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയ്ക്ക് ഒരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും സ്വാഭാവികവും വ്യക്തവുമായ ഭാഷയാണ് അദ്ദേഹം തൻ്റെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സരൽ ശബ്ദവും വാലെ സരൾ എന്ന് വെച്ചാൽ ലളിതമായ വളരെ സിമ്പിളായ ശബ്ദവും വാലെ വാക്കുകളുള്ള വാക്യങ്ങൾ സ്വയം തന്നെ അപ്ന അതിൻ്റെ മർമ്മ കഹദേത്തി ഹെ മർമ്മം വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നു. വിനോദ് കുമാർ ശുക്ൽ തൻ്റെ കവിതകളിൽ വളരെ ലളിതമായ ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഷാശൈലി അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകതയാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. വ്യക്തി കോ मैं नहीं जानता था हताशा को जानता था कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम पते उम्र ओहदे जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा निराशा असहायता या संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते. വ്യക്തി കോ मैं नहीं जानता था വ്യക്തിയെ എനിക്കറിയാമായിരുന്നില്ല. ഹതാശ കോ जानता था
നിരാശയെ അറിയാമായിരുന്നു. ഇത് രണ്ടും കവിതയിലെ വരികളാണ്. വ്യക്തി കോ മേ നഹി ജാൻതാ ഥാ, ഹതാശ കോ ജാൻതാ ഥാ കഹത്തെ ഹി എന്ന് പറഞ്ഞുകൊണ്ട് വേ അദ്ദേഹം, ജാനേക്ക് അറിയുക എന്ന, ഹമാരി നമ്മുടെ, ഉസ് ജാനി പേച്ചാനി രൂഢിക്കോ ജാനി പേച്ചാനി പരമ്പരാഗതമായ, രൂഢിക്കോ രീതിയെ, തോട് ദേത്തെ ഹെ ഇല്ലാതാക്കുന്നു. ഏതാണ് ആ രീതി? ജോ വ്യക്തിക്ക് നാം വ്യക്തിയുടെ പേര്, പത്തെ വിലാസം, ഉമ്ര വയസ്സ്, ഓഹദെ പദവി, യാ ജാതി അല്ലെങ്കിൽ ജാതി, സേ ജാനേക്കോ ജോഡ്തി ഹെ എന്നിവയിലൂടെ അറിയുന്ന രീതി. മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ, അതായത് പേര്, വിലാസം, വയസ്സ്, പദവി അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മനുഷ്യനെ അറിയുന്ന ആ ഒരു രീതി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു കവിതയാണ് ഹതാശ സേ ഏക് വ്യക്തി ബാഠ് ഗയാ ഥാ. യദി ഹം കിസി വ്യക്തിക്കോ നമ്മളൊരു വ്യക്തിയെ, ഉസ്കി അവരുടെ, ഹതാശ മോഹഭംഗം, നിരാശ, അസഹായത അതായത് നിസ്സഹായത, യാ സങ്കട് സെ അല്ലെങ്കിൽ ദുഃഖം കൊണ്ട്, നഹി ജാൻതേ തോ എന്നിവയിലൂടെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ, ഹം കുച്ച് നഹി ജാൻതേ നമുക്ക് ഒന്നും അറിയില്ല. സടക് പർ റോഡിൽ കിടക്കുന്ന, ഘായൽ പടെ മുറിവേറ്റ, അപരിചിത് വ്യക്തിക്കോ അപരിചിതനായ വ്യക്തിയെ, ദേഖ് കർ കണ്ടിട്ട്, ക്യാ ഹം കർ സക്തേ ഹെ നമുക്ക് പറയാൻ കഴിയുമോ, ഉസേ അവരെ, ഹം നഹി ജാൻതേ നമുക്കറിയില്ലെന്ന്. वास्तव में हम जानते हैं कि ये व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. वास्तव में വാസ്തവത്തിൽ, ഹം ജാൻതേ ഹെ കി നമുക്കറിയാം, യേ വ്യക്തി ആ വ്യക്തി, മുസീബത്ത് മേ ഹെ ബുദ്ധിമുട്ടിലാണ്, ഔർ ഇസേ ഇയാൾക്ക്, ഹമാരി നമ്മുടെ, മദദ് കി സഹായം, ജറൂറത്ത് ഹെ ആവശ്യമുണ്ട്. അതായത് റോഡിൽ മുറിവ് പറ്റിക്കിടക്കുന്ന ഒരാളുടെ പേരോ മേൽവിലാസമോ പദവിയോ ഒന്നും നോക്കിയിട്ടല്ല നമ്മളവരെ സഹായിക്കുന്നത്. മുറിവ് പറ്റിക്കിടക്കുന്ന ആൾ ബുദ്ധിമുട്ടിലാണ്, അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. യേ കവിത ഈ കവിത, മനുഷ്യക്കോ മനുഷ്യനെ, മനുഷ്യക്ക് തര മനുഷ്യനായി, ജാനേക്ക് അറിയണമെന്നാണ്, യാദ് ദിലാത്തി ഹെ ഓർമ്മിപ്പിക്കുന്നത്. കവിത लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. കവിത ലഗാതാർ കവിത തുടർച്ചയായി, നഹി ജാന്നെ അറിയില്ല എന്നും, ജാന്നേക്ക അറിയുക എന്നും, ബയാൻ കർത്തി ഹെ പറയുന്നു. ശില്പി ശില്പം എന്ന് പറഞ്ഞാൽ നിർമ്മാണം, നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ കവിത എഴുതുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ശില്പി കവിത എഴുതുന്നതിലെ, ബാരീഖ് സൂക്ഷ്മമായ, കാരിഗാരിക്കോ ദേക്കെ കലാവിരുത് നോക്കൂ. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जाना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है, याद नहीं आ रहा. वो मुझे नहीं जानता था അയാൾക്ക് എന്നെ അറിയാമായിരുന്നില്ല. ഹാത്ത് ബഡാനേക്കോ ജാൻതാ ഥാ കൈ നീട്ടലിനെ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നഹി ജാൻതേ ഥേ ഞങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നില്ല. സാത്ത് സാത്ത് ചൽന ജാൻതേ ഥേ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യ നഹി ജാന്ന ഓർ ജാന്ന ഇവിടെ നഹി ജാന്ന ജാന്ന. കവിതാമേ കവിതയിൽ, കിസി ഏതെങ്കിലും, ലോകഗീത് കെ നാടൻ പാട്ടിൻ്റെ, സ്ഥായി കി തര വായ്ത്താരി പോലെയാണ്, ബാർ ബാർ ലൗട്താ ഹെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള കവിതയിൽ, ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ് ലിറിക്കൽ അല്ലെങ്കിൽ ഗീതാത്മകത, ഇസ് ഖൂബി കെ സാത്ത് ഇത്രയും സവിശേഷമായി, ഹിന്ദിയിലെ കിസ് കവിതാമേ ആയാ ഹെ ഏത് കവിതയിലാണ് വന്നിട്ടുള്ളത്, യാദ് നഹി ആ രഹ അത് ഓർമ്മ കിട്ടുന്നില്ല. जैसे किसी गजल में आखिरी शेर की आखिरी शब्द
श्रोताओं के जुबान पर आपसे आप आ जाते हैं। वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे। जैसे किसी गजल में ഏതെങ്കിലും ഒരു ഗസലിൻ്റെ ആഖിരി അവസാനത്തെ ഷേർ കെ വരിയിലെ ആഖിരി ശബ്ദ് അവസാനത്തെ വാക്ക് ശ്രോതാവോങ്കെ ശ്രോതാക്കളുടെ അതായത് കേൾക്കുന്ന ആളുടെ ജുബാൻ പർ നാവിൽ ആപ്സെ ആപ് ആ ജാത്തെ ഹെ സ്വയം വരുന്നത് പോലെ വൈസെ ഹി ഇസ് കവിത കെ ഈ കവിതയുടെ അന്തിം അവസാനത്തെ ശബ്ദ് വാക്ക് യാനി അതായത് സാത്ത് സാത്ത് ചലന കെ ബാദ് സാത്ത് സാത്ത് ചലന എന്ന വരിക്ക് ശേഷം കവിതാ പാട് കവിത വായിക്കുന്നത് രോക് ദിയാ ജായ് നിർത്തിയാലും സുന്നേ വാലെ കേൾക്കുന്നയാൾ ഖുദ് സ്വയം വാക്യ പൂരാ കർ ദേങ്കെ വാക്യം പൂർത്തിയാക്കും ഓർ കഹേങ്കെ എന്നിട്ട് പറയും ജാൻതേ ഥേ. ചില പാട്ടുകൾ പെട്ടെന്ന് നിർത്തിയാലും നമ്മൾ ആ പാട്ട് തുടർന്നു പാടാറുണ്ട്. അതുപോലെ ഒരു കവിതയാണ് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. സാത്ത് സാത്ത് ചലന എന്ന വരിയിൽ വെച്ച് കവിത വായിക്കുന്നത് നിർത്തിയാലും ജാൻതേ ഥേ എന്ന് നമ്മൾ പാടിപ്പോകുന്നു. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. यह कविता ഈ കവിത ജാന്ന അതായത് അറിയുക എന്ന വാക്കിൻ്റെ രൂഢീഗ്രസ്ത് പരമ്പരാഗതമായ അർത്ഥക്കോ അർത്ഥത്തിനെ പൂരി തരസെ പൂർണ്ണമായും ബദൽ ദേത്തി ഹെ മാറ്റിക്കളയുന്നു. ഇസ് കവിതാക്കി ഈ കവിതയുടെ പെഹ്ലി ദോ പങ്ക്തിയോ മേ ഹി ആദ്യത്തെ രണ്ടു വരികളിൽ തന്നെ കവി അപ്നി പൂരി ബാത് കഹ ദേത്താ ഹെ കവി തനിക്ക് പറയാനുള്ളത് മുഴുവനും പറയുന്നു. शेष पंक्तियां उसी कहे गए को और सघन और गहरा करती है. कविता का संदेश है कि दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. जानकारियां जरूरी नहीं है. किंतु यह संदेश कविता में उपदेश की तरह नहीं आता. शेष पंक्तियां ശേഷിക്കുന്ന വരികൾ അതായത് ആദ്യത്തെ രണ്ട് വരികൾ ഒഴിച്ചുള്ള മറ്റു വരികൾ ഉസി കഹേഗയേക്കോ അതിൽ പറഞ്ഞിട്ടുള്ളതിനെ അതായത് ആദ്യത്തെ രണ്ട് വരികളിൽ പറഞ്ഞിട്ടുള്ളതിനെ ഓർ സകൻ വീണ്ടും ദൃഢപ്പെടുത്തുകയും ഓർ ഗഹര കർത്തി ഹെ ആഴം കൂട്ടുകയും ചെയ്യുന്നു. കവിത കാ സന്ദേശ് യേ ഹേ കി കവിതയുടെ സന്ദേശം ഇതാണ്. ദോ മനുഷ്യോ കെ ബീച്ച് രണ്ടു മനുഷ്യർക്കിടയിൽ മനുഷ്യത കാ എഹ്സാസ് മനുഷ്യത്വം അനുഭവപ്പെടൽ യാനി അതായത് മാനവീയ സംവേദന മനുഷ്യത്വത്തിൻ്റെ അനുഭൂതി ഹോന ജറൂരി ഹെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ജാൻകാരിയാം ജറൂരി നഹി ഹെ ജാൻകാരിയാം എന്ന് വെച്ചാൽ വിവരങ്ങൾ എന്നാണ് അർത്ഥം. ഇവിടെ മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ അത്യാവശ്യമല്ല. കിന്തു എന്നാലും യ സന്ദേശ് ഈ സന്ദേശം കവിതാമേ കവിതയിൽ ഉപദേശ് കി തര ഉപദേശം പോലെ നഹിയാത്ത വരുന്നില്ല. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ടൂട്ടാ പഹിയയുമായി മറ്റൊരു ക്ലാസ്സിലൂടെ കണ്ടുമുട്ടാം.